വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള ശ്രോതാക്കളെ, പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ദുറൂസുൽ ലുഗ അൽ അറബിയയുടെ 3-ാമത്തെ ചാപ്റ്ററിലെ തംരീൻ, 3-ാമത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് നമുക്കിനി വായിക്കുവാനുള്ളത്. തംരീനിൻ്റെ വായന നമ്മേറെ അറബി ഭാഷയെ ഉപയോഗപ്പെടുത്തുവാൻ, പഠിക്കുവാൻ സഹായിക്കുന്നുണ്ട് എന്ന് പലപ്പോഴായി ഓർമ്മപ്പെടുത്തിയത് ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു. 3-ാമത്തേത് എങ്ങനെയാണ് വായിക്കുക നോക്കാം. ഇംലഇൽ ഫറാഗ ഫീമാ യലി ബിവദ്ഇൽ കലിമത്തിൽ മുനാസിബത്തി മിനൽ കലിമാത്തി താലിയ. അതിൻ്റെ അർത്ഥം ഇംല, അലിഫ്ലാമിലേക്ക് ചേർത്ത് വായിക്കുമ്പം ഇംലഇൽ ഫറാഗ. ഇംല യാനി ഫില്ല് ചെയ്യുക എന്നാണ്, പൂരിപ്പിക്കുക. അൽ ഫറാഗ ബ്ലാങ്ക്, അഥവാ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, മലയാളത്തിലതാണ്. ഇംലഇൽ ഫറാഗ ഫീമാ യലി. ഫീമാ യലി താഴെ വരുന്ന, ഫോളോയിങ് എന്നർത്ഥം, താഴെ വരുന്ന. ബി വൽഇ വെച്ചുകൊണ്ട്, ബി വൽഇൽ കലിമത്തിൽ മുനാസിബ യോജിച്ച പദം വെച്ചുകൊണ്ട്, മിനൽ കലിമാത്തി താലിയ താഴെയുള്ള പദങ്ങളിൽ നിന്നും. താഴെ ഏതൊക്കെ പദങ്ങളാണ് കൊടുത്തത്? ജമീലുൻ, വസിഹുൻ, മഫ്തൂഹുൻ, ഹാറുൻ, സഖീലുൻ, ഖഫീഫുൻ. ജമീലുൻ, ജമീൽ. എന്താണ് ജമീലുൻ? നമുക്കറിയാം, ജമീലുൻ ഭംഗിയുള്ളത്, ബ്യൂട്ടിഫുൾ. വസിഹുൻ, വസിഹുൻ മലിനമായത്, അഴുക്ക് പുരണ്ടത് എന്നർത്ഥം. മഫ്തൂഹൻ ഓപ്പൺഡ്, തുറന്നത്, തുറന്നു വച്ചത്. ഹാറുൻ, ഹാറുൻ മന ഹാറുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ചൂടുള്ളത്, ചൂടുള്ളത്. സഖീലുൻ, സഖീലുൻ വെയ്റ്റുള്ളത്, ഹെവി, ഭാരമുള്ളത്, ഖനമുള്ളത്. ഖഫീഫുൻ, ഖഫീഫുൻ, ഖഫീഫുൻ എന്താണ് അർത്ഥം? ഖഫീഫുൻ ഭാരമില്ലാത്തത്, വെയ്റ്റ്ലെസ്, ലൈറ്റ്, ഖനം കുറഞ്ഞത് എന്നർത്ഥം. ശരി, 1-ാമത്തെ തംരീൻ അൽ ഹജറു ഡാഷ്. അസാനി 2-ാമത്തേത് അൽ ബാബു ഡാഷ്. അസാലിസ് അഥവാ 3-ാമത്തേത് അൽ ഖമറു ഡാഷ്. 4-ാമത്തേത് അൽ വറഖു ഡാഷ്. 5-ാമത്തേത് അൽ മിന്ദീലു, അൽ മിന്ദീലു ഡാഷ്. അൽ ലബനു. അസാദിസ് 6-ാമത്തേത് അൽ ലബനു ഡാഷ്. ഇവിടെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങളിതിൻ്റെ ആൻസർ എഴുതുക. അൽ ഹജറു എന്ന് പറഞ്ഞാൽ കല്ല്, കല്ല് ഡാഷാകുന്നു, ഡാഷാകുന്നു. അവിടെ എന്താണ്? ജമീലുൻ എന്നാണോ
വസിഹുൻ എന്നാണോ മഫ്തൂഹുൻ എന്നാണോ ഹാറുൻ സഖീലുൻ ഖഫീഫുൻ ഇതിലേതാണ് അതിൻ്റെ ആൻസർ? അത് നിങ്ങൾ എഴുതുക. രണ്ടാമത്തേത് അൽബാബു ഡാഷ്. അൽബാബു ഡാഷ്, അവിടെ എന്താണ് ചേർക്കേണ്ടത്? വാതിൽ. മൂന്നാമത്തേത് അൽ ഖമറു. നാലാമത്തെ അൽ വറഖു. അപ്പോൾ അൽ ഖമറു എന്ന് പറഞ്ഞ ചന്ദ്രൻ ഡാഷ് ആകുന്നു. പേപ്പർ, അൽ വറഖു പേപ്പർ ഡാഷ് ആകുന്നു. അൽ മിന്ദീൽ കർച്ചീഫ് അത് ഡാഷ് ആകുന്നു. അവിടെ എന്താണ്? അതവിടെ ഫില്ല് ചെയ്യുമ്പോൾ ഒരു വാചകം പൂർണ്ണമായി കിട്ടും. അല്ലബനു പാല്, അതെന്താകുന്നു എന്ന് എഴുതുക. നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി എഴുതാത്തവർ മനസ്സുകൊണ്ടെങ്കിലും അതിൻ്റെ ഉത്തരം കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആൻസറാണ് ഇനി നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടേത് ശരിയാണെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ തിരുത്തുക. അൽ ഹജറു കല്ല്, ദ സ്റ്റോൺ എന്തായിരിക്കും അവിടെ? സഖീലുൻ അല്ലേ? അൽ ഹജറു സഖീലുൻ, ഇതാണ് ഒന്നാമത്തതിൻ്റെ ആൻസർ. അൽ ഹജറു സഖീലുൻ ശരിയാണല്ലോ. ഓക്കെ, അഹ്സൻതും. രണ്ടാമത്തേത് അൽ ബാബു. അൽ ബാബു വാതിൽ എന്താണ്? മഫ്തൂഹുൻ. മഫ്തൂഹുൻ, ദ ഡോർ ഈസ് ഓപ്പൺ. വാതിൽ തുറന്നു വെച്ചതാണ്, തുറന്നു വച്ചിരിക്കുന്നു. എഴുതിയത് ശരിയാണല്ലോ. മൂന്നാമത്തേത് അൽ ഖമറു. അൽ ഖമറു ഡാഷ്. അൽ ഖമർ ചന്ദ്രൻ എന്താണ്? ജമീലുൻ. അൽ ഖമറു ജമീലുൻ, ചന്ദ്രൻ ഭംഗിയുള്ളതാണ്. ചന്ദ്രനെപ്പോലെ എന്നൊക്കെ നമ്മൾ ഉദാഹരിച്ച് പറയാറുണ്ടല്ലേ. അൽ ഖമറു ജമീലുൻ, ജമീലുൻ, അൽ ഖമറു ജമീലുൻ. ശരി. അൽ വറഖു ദ പേപ്പർ. വറഖ് ഖഫീഫുൻ. ഖഫീഫുൻ, ഖഫീഫ് യാനി എന്താണ് ഖഫീഫുൻ എന്നതിൻ്റെ അർത്ഥം? കനമില്ലാത്തതാണ്, കനം കുറഞ്ഞതാണ്, വെയ്റ്റ്ലെസ് ആണ്. അൽ വറഖു ഖഫീഫുൻ. അൽ മിന്ദീലു. അൽ മിന്ദീലു എന്താണ് എഴുതിയത്? വസിഹുൻ. മിന്ദീൽ കർച്ചീഫ് അത് മലിനമാണ്, അഥവാ അഴുക്ക് പുരണ്ടിരിക്കുന്നു. അൽ മിന്ദീലു വസിഹുൻ. യെസ്, വെരി ഗുഡ്, അതും ശരിയാണ്. അല്ലബനു ആറാമത്തേത്. അല്ലബനു പാൽ. ഹാറുൻ ചൂടുള്ളതാണ്, ചൂടുള്ള പാൽ അല്ലേ? ചൂടുള്ള പാൽ ഹാറുൻ. യെസ്, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ആൻസറായി നിങ്ങൾ മനസ്സിലാക്കിയത് നോട്ട്ബുക്കിലേക്ക് എഴുതിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്തംരീനു സാലിസ്, അത്തംരീനു റാബിഅ, നാലാമത്തെ തംരീനാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. നാലാമത്തെ തംരീൻ ശ്രദ്ധിക്കുക. അവിടെ എങ്ങനെയാണ് വായിക്കുക? നേരത്തെ നമ്മൾ വായിച്ചതുപോലെ അതിന് സമാനമായൊരു വാക്കാണ്. ഇംല ഇൽ ഫറാഗ ഫീമാ യലി ബിവളഇ കലിമത്തിൻ മുനാസിബത്തിൻ. ഇംല ഇൽ ഫറാഗ എന്താണ്? ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഫീമായലി താഴെ വരുന്നതായ, ബിവളഇ കലിമത്തിൻ മുനാസിബത്തിൻ യോജിച്ച കലിമത്തുകളെ വെച്ചുകൊണ്ട്, യോജിച്ച കലിമത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ ഫില്ല് ചെയ്യുക എന്നർത്ഥം. യെസ്, അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ? ഓരോന്നിൻ്റെയും ഒന്ന് വഹിദ് ഡാഷ് നളീഫുൻ. ഡാഷ് നളീഫുൻ. അപ്പോൾ അവിടെ നിങ്ങൾ കഴിഞ്ഞു പോയ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കുറേ പദങ്ങൾ കിട്ടും, കുറേ പദാവലികൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ആ രൂപത്തിലൂടെയാണ് ഈ ടെക്സ്റ്റിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നറിയാലോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഡാഷ് നളീഫുൻ. രണ്ടാമത്തേത് ഡാഷ് മക്സൂറുൻ. ഡാഷ് മക്സൂറുൻ. ഡാഷ് മക്സൂറുൻ എന്ന് പറഞ്ഞാൽ
എന്തോ ഒന്ന് പൊട്ടിയതാണ്, ഏതോ ഒരു വസ്തു പൊട്ടിയതാണ് എന്ന് അറിയിക്കുന്നു. മൂന്നാമത്തെ ഡാഷ് ബാരിദുൻ, മൂന്നാമത്തെ ബാരിദുൻ, എന്താണ് തണുത്തത്, അതാണ് അവിടെ എഴുതേണ്ടത്. ഡാഷ് കരീബുൻ, നിയർ അല്ലേ, കരീബുൻ, എന്തോ ഒന്ന് അടുത്താണ്, അതവിടെ എഴുതണം. അഞ്ചാമത്തേത് ഡാഷ് ബഈദുൻ, വിദൂരതയിലാണതുള്ളത്, എന്താണ് വിദൂരതയിലുള്ളത്, അതാണ് അവിടെ എഴുതേണ്ടത്. വാഖിഫുൻ, നിൽക്കുകയാണ്, ആരാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിൽക്കുന്നത്, അവിടെ എന്താണ് ചേർക്കേണ്ടത്, അതായിരിക്കണം അവിടെ എഴുതേണ്ടത്. ഏഴാമത്തേത് ഡാഷ് ജാലിസുൻ, ഇരിക്കുകയാണ്, ആരാണ് ഇരിക്കുന്നത്, അവിടെ നമുക്കതിൻ്റെ ആൻസറാണ് എഴുതേണ്ടത്. എട്ടാമത്തെ ഡാഷ് കബീറുൻ, വലുതാണ്, എന്താണത് വലുത്, അവിടെ ആ ഒരു ആശയം വരുന്നൊരു പദമാണ് എഴുതേണ്ടത്. ഒമ്പതാമത്തേത് ഖദീമുൻ, പഴയതാണ്, എന്താണ് പഴയത്, അതവിടെ എഴുതണം. പത്താമത്തേത് ഡാഷ് ജദീദുൻ, പുതിയതാണ്, പുതിയതാണ്, എന്ത് പുതിയത്, അതാണ് ആൻസർ എഴുതേണ്ടത്. ഇത് നമ്മൾ എഴുതുന്നതോടുകൂടി ഭാഷ അഥവാ നമ്മൾ നേരത്തെ അറബി അറിയാത്ത ആളുകളാണ്, ആ രൂപത്തിലൂടെ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ അക്ഷരങ്ങൾ ചേർത്ത് മാത്രം വായിക്കാൻ കഴിയുന്ന നമ്മൾ ഈ ഒരു 3-ാമത്തെ ചാപ്റ്ററിലൂടെ ചെറിയ സെൻറ്റൻസുകൾ അറബി ഭാഷയിൽ, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിൻ്റെ ഭാഷയിൽ നമുക്ക് എഴുതാനും വായിക്കാനുമൊക്കെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഒന്നാമത്തതിൻ്റെ ഉത്തരം? ഡാഷ് നദീഫുൻ, അവിടെ എന്തും എഴുതാം അല്ലേ. നമുക്കവിടെ വൃത്തിയുള്ളതാണ് എന്ന് വെക്കുന്ന അൽ ബൈത്തു നദീഫുൻ എഴുതിക്കൂടെ, ആ വീട് ഭംഗിയുള്ളതാണ്. അൽ മസ്ജിദു നദീഫുൻ, പള്ളി ഭംഗിയുള്ളതാണ്. നിങ്ങളെന്താണ് എഴുതിയത്, അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്യുക, അത് നിങ്ങൾ എഴുതി വളരെ വൃത്തിയായതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി വെക്കുക. ഡാഷ് മക്സൂറുൻ, പൊട്ടിയതാണ്, എന്താണ് പൊട്ടിയത്, അവിടെ നമുക്ക് അൽ ഖലമു മക്സൂറുൻ എന്ന് വെച്ചൂടെ, അൽ ഖലമു മക്സൂറുൻ, അവിടെ നമുക്ക് പേന പൊട്ടിയതാണ് എന്ന് വെക്കാമല്ലേ. അൽ ഖലമു മക്സൂറുൻ, അൽ ഖലമു മക്സൂറുൻ എന്ന് വെക്കാവുന്നതാണ്. അൽ ഖലം ഇങ്ങനെ എഴുതാം നമുക്ക്. യെസ്, അതുപോലെ തന്നെ അൽ ബാരിദുൻ, എന്താണ് ബാരിദ്, ബാരിദ് എന്താണ്, അവിടെ നമുക്ക് ബാരിദുൻ എന്നതിന് അഷായുബാരിദുൻ, ചായ തണുത്തതാണ്. അല്ലബനു ബാരിദുൻ എഴുതിക്കൂടെ, യെസ്, അല്ലബനു ബാരിദുൻ എഴുതാം, ഇങ്ങനെ എഴുതാം, അല്ലബനു ബാരിദുൻ. പിന്നെയോ നാലാമത്തേത് നമുക്ക് ഖരീബുൻ, എന്താണ് അടുത്തുള്ളത്, പള്ളിയാവട്ടെ അല്ലേ, എപ്പോഴും പള്ളിയിൽ പോവാൻ. യെസ്, അൽ മസ്ജിദു ഖരീബുൻ, അൽ മസ്ജിദു ഖരീബുൻ, പള്ളി അടുത്താണ്. അൽ മസ്ജിദു ഖരീബുൻ, പള്ളി വളരെ അടുത്താണ്, അതാണ് ഖരീബുൻ അടുത്ത്. ബഈദുൻ, വീട് ദൂരയിലാണ്, എങ്ങനെ പറയാം, അൽ ബൈത്തു ബഈദുൻ, അൽ ബൈത്തു ബഈദുൻ, വീട് ദൂരെയാണ് എഴുതിക്കൂടെ, അൽ ബൈത്തു ബഈദുൻ, ശരിയാണ്. ഓക്കെ, അടുത്തത് എന്താണ്, ആറാമത്തേത് വാഖിഫുൻ, അധ്യാപകൻ നിൽക്കുകയാണ്, എങ്ങനെയാ പറയുക, അൽ മുദർരിസു വാഖിഫുൻ, അൽ മുദർരിസു വാഖിഫുൻ, പറയാലോ, അധ്യാപകൻ നിൽക്കുകയാണ്. യെസ്, അധ്യാപകൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടി ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയാം, അൽ വലതു ജാലിസുൻ, അൽ വലതു ജാലിസുൻ, കുട്ടി ഇരിക്കുകയാണ്. ഏഴാമത്തെ നമുക്ക് ആ രൂപത്തിലാണോ നിങ്ങൾ എഴുതിയത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, അൽ വലതു ജാലിസുൻ, അല്ലെങ്കിൽ അൽ മുദർരിസു ജാലിസുൻ, ഉസ്താദ് ജാലിസുൻ എന്നൊക്കെ നമുക്ക് പറയാം. യെസ്, കബീറുൻ, വലുതാണ്, എന്താണ് കബീർ, നമുക്ക് പഠിച്ച പദങ്ങളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ കബീർ, അൽ ഹജറു കബീറുൻ പറയാം, അൽ ഹജറു കബീറുൻ, അല്ലെങ്കിൽ അൽ ബൈത്തു കബീറുൻ, അല്ലെങ്കിൽ അൽ മസ്ജിദു കബീറുൻ എന്നൊക്കെ പറയാം. ഒമ്പതാമത്തേത് ഖദീം, ഖദീമുൻ, അവിടെ എന്താ നമുക്ക് ഉപയോഗിക്കേണ്ടത്, അൽ മസ്ജിദു ഖദീമുൻ, പള്ളി പഴയതാണ്, അൽ മസ്ജിദു ഖദീമുൻ പറയാലോ, അൽ മസ്ജിദു ഖദീമുൻ. അതുപോലെ തന്നെ എന്നാൽ പത്താമത്തേത് ജദീദുൻ, അൽ കിതാബു ജദീദുൻ പറഞ്ഞൂടെ,
അൽ ഖലമു ജദീദുൻ, ഇങ്ങനെയൊക്കെ നമുക്ക് ആൻസർ പറയാം. അപ്പം ഇവിടെ രണ്ട് കലിമത്തുകൾ, രണ്ട് പദങ്ങളെ ചേർത്ത് നമുക്കൊരു സെൻറ്റൻസ് ഒരു ജുംലയാക്കി മാറ്റാനുള്ള പരിശീലനമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ വന്നിരിക്കുന്നതായ പുതിയ പദങ്ങളാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. അൽ കലിമാത്തുൽ ജദീദത്തു, എല്ലാ പാഠഭാഗങ്ങളിലും നമുക്കിങ്ങനെ കാണാൻ കഴിയും. അൽ കലിമാത്തുൽ ജദീദത്തു, ദ ന്യൂ വേർഡ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ വരാത്ത പാഠഭാഗങ്ങളാണത്, പിന്നെ കലിമത്തുകളാണത്. അൽ ഖമർ, ഓർമ്മയുണ്ടല്ലോ, അൽ ഖമർ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? ദ മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ. ജദീദുൻ പുതിയത്, ഖദീമുൻ പഴയത്, വസീഖുൻ വസീഖുൻ മലിനമായത്, അഴുക്ക് പുരണ്ടത്, നദീഫുൻ നദീഫുൻ വൃത്തിയുള്ളത്, ഹാറുൻ ചൂടുള്ളത്, ബാരിദുൻ തണുത്തത്, സഗീറുൻ ചെറുത് സ്മോൾ, കബീറുൻ വലുത്, മഫ്തൂഹുൻ മമാന മഫ്തൂഹ് മഫ്തൂഹുൻ യാനി ഓപ്പൺ തുറന്നു വെച്ചത്, മക്സൂറുൻ പൊട്ടിയത്, മക്സൂറുൻ പൊട്ടിയത്, സഖീലുൻ ഭാരമുള്ളത് കനമുള്ളത്, ഖഫീഫുൻ കനം കുറഞ്ഞത് ലൈറ്റായത്, ജമീലുൻ പുതിയത് ജമീലുൻ ഭംഗിയുള്ളത് ബ്യൂട്ടിഫുൾ, വാഖിഫുൻ നിൽക്കുന്നവൻ, ജാലിസുൻ ഇരിക്കുന്നവൻ, വാഖിഫുൻ സ്റ്റാൻഡിങ്, ജാലിസുൻ സിറ്റിംഗ്. ഇത്രയുമാണ്. ഇനി നോക്കതിൻ്റെ താഴെ നജ്മുൻ, അതിലേക്ക് അലിഫ്ലാം വന്നപ്പോഴുള്ള വ്യത്യാസം അൻ നജ്മുൻ. ഇവിടെ 2 ലൊമ്മ കൊടുത്തു. എന്നാൽ അലിഫ്ലാം വന്നപ്പോൾ അൻ നജ്മു, ഇവിടെ 1 കൊടുത്തുള്ളൂ. അൻ നജ്മു, ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം. എന്താണ്? സ്റ്റാർ, ദ സ്റ്റാർ. റജുലുൻ, കണ്ടോ ഇവിടെ മുകളിൽ 2 ലൊമ്മുണ്ട്, 2 ലൊമ്മ്. റജുലുൻ എ മാൻ. എന്നാൽ അർറജുലു ദ മാൻ. അർറജുലു ഇവിടെ എന്തേ കൊടുത്തുള്ളൂ? ഒറ്റ ലൊമ്മേ ഉള്ളൂ. അപ്പോൾ അലിഫ്ലാമ് വരുമ്പോൾ തൻവീൻ നഷ്ടപ്പെട്ടു പോകുന്നു. ദീക്കുൻ പൂവൻ കോഴി അല്ലേ? അദ്ദീക്കു എന്താണ്? ഇവിടെ ലൊമ്മാണ് ഇട്ട് കൊടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. അദ്ദീക്കു ഒറ്റ ലൊമ്മയുള്ളൂ. എന്താണ്? പൂവൻ കോഴി, ദ ഹൻ കോഴി, ദീക്കുൻ. അപ്പോൾ ആ മനസ്സിൽ വരുന്ന ആ ഒരു അതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. പിന്നെ ത്വാലിബുൻ വിദ്യാർത്ഥി, അത്വാലിബു ദ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അലിഫ്ലാം വരുമ്പോഴുള്ള പിന്നെ അർത്ഥവും അർത്ഥവ്യത്യാസവും അതുപോലെ തന്നെ വായനാ രീതിയുമാണ് നമ്മൾ എന്ത് ചെയ്തത്, മനസ്സിലാക്കിയത് എങ്കിൽ ഇനി ഇവിടെ ഈ ഒരു ഭാഗത്ത് 10ഓളം ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. ആ ഒരു ഉദാഹരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പിന്നെ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഈ പാഠഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് നോക്കൂ, അന്നജ്മു ബഈദുൻ, ദ സ്റ്റാർ ഈസ് ഫാർ അവേ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ദൂരെയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. നക്ഷത്രം ദൂരെയാകുന്നു, ബഈദ്. രണ്ടാമത്തേത് അർറജുലു വാഖിഫുൻ, ദ മാൻ ഈസ് സ്റ്റാൻഡിങ്, എന്താണ്? മനുഷ്യൻ നിൽക്കുകയാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അർറജുലു, ദ മാൻ ഈസ് സ്റ്റാൻഡിങ്, അയാൾ നിൽക്കുകയാണ്. അസ്സുക്കറു ഹുൽവുൻ, എന്താണ്? പഞ്ചസാര മധുരമുള്ളതാണ്. ദ ഷുഗർ ഈസ്, അല്ലേ? പഞ്ചസാര മധുരമുള്ളതാണ്. യെസ്. അത്വാലിബു മരീലുൻ, രോഗി. അത്വാലിബു മരീലുൻ, വിദ്യാർത്ഥി രോഗിയാകുന്നു. അത്വാലിബു മരീലുൻ. അദ്ദീക്കു ജമീലുൻ, കോഴി. അഥവാ അദ്ദീക്ക് എന്ന് പറഞ്ഞാൽ പൂവൻ കോഴിക്കാണ് ഉദ്ദേശിക്കുന്നത്. കോഴി ഭംഗിയുള്ളതാണ്. അദ്ദീക്കു ജമീലുൻ, പൂവൻ കോഴി ഭംഗിയുള്ളതാണ്. യെസ്. അദ്ദഫ്തറു ജദീദുൻ, നോട്ട്ബുക്ക് പുതിയതാണ്.
അദ്ദഫ്തർ നോട്ട്ബുക്ക്, ജദീദുൻ അത് പുതിയതാകുന്നു. 7 അത്താജിറു ഖനിയുൻ ദ ബിസിനസ് മാൻ കച്ചവടക്കാരൻ. ഖനിയുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനികനാണ്, റിച്ച്. കച്ചവടക്കാരൻ ധനികനാണ്, പണക്കാരൻ, സമ്പന്നനാണ്. ഖനിയുൻ. 8 അദ്ദുഖാനു മഫ്തൂഹൻ ഷോപ്പ്, കട തുറന്നു വെച്ചതാണ്. മഫ്തൂഹൻ ഓപ്പൺ, കട തുറന്നിരിക്കുന്നു എന്നർത്ഥം. കട തുറന്നിരിക്കുകയാണ്. യെസ്. 9 അൽ വലദു ഫഖീറുൻ കുട്ടി ദരിദ്രനാണ്. കുട്ടി ദരിദ്രനാണ്. 10 അത്തുഫാഹു ലദീദുൻ. അത്തുഫാഹു ലദീദുൻ ആപ്പിൾ അത് രുചിയുള്ളതാണ്, രുചികരമാണ്. അത്തുഫാഹു ലദീദുൻ ആപ്പിൾ രുചിയുള്ളതാണ്. 11 അത്വബീബു ത്വവീലുൻ ഡോക്ടർ ഈസ് ലോങ് ഡോക്ടർ നീളമുള്ളവനാണ്. വൽ മരീദു ഖസീറുൻ രോഗിയാവട്ടെ ഷോർട്ട്, ഖസീറാൻ കുറിയവനാണ്, അഥവാ ഷോർട്ടാണ്, വലുപ്പം കുറഞ്ഞവനാണ്, ഉയരം കുറവുള്ളവനാണ്, അതാണ് ഖസീർ. വൽ മരീദു ഖസീറുൻ. ഇൻഷാ അല്ലാഹ് ഇത് വെച്ചുകൊണ്ടുള്ള തംരീൻ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.